ആടിപ്പാടി ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കാണ് സുഭദ്രാമ്മ വരുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഒരു മരണവാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാ. ഇവിടുത്തെ വാട്സപ്പൊക്കെ ഞങ്ങളിങ്ങനെയാണ്, നേരിൽ പറയൽ. എത്ര വർണ്ണിച്ചാലും തീരാത്ത എൻ്റെ നാടിൻ്റെ ഭംഗി ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കാണ് മഴ പെയ്ത് കുളത്തിൽ പായൽ കൊണ്ട് കുളിക്കാൻ വയ്യാത്തതുകൊണ്ട് പായൽ ഒതുക്കാൻ ഇറങ്ങിയിരിക്കുന്ന മോഹൻ ചേട്ടനെ കണ്ടത്. പിന്നെയും പടിഞ്ഞോട്ട് നോക്കിയപ്പോഴത്തേക്കും നാരായണൻകുട്ടി ചേട്ടൻ വരുന്നു. ഇന്ന് ശനിയാഴ്ചയാണല്ലോ, തങ്കുനെയും ദേവുനെയും കാണാനുള്ള പോക്കായിരിക്കും. അവർ രണ്ടുപേരെയും കണ്ട് വർത്താനം പറഞ്ഞ് മുന്നോട്ട് നടന്നപ്പോഴത്തേക്കും നമ്മുടെ സുമേഷ് അവിടെ നിൽക്കുന്നു. എന്നെ പിന്നെ പിക്കപ്പിനും ഡ്രോപ്പിങ്ങിനുമായിട്ട് വരാറില്ല കേട്ടോ. അവനറിയാം എൻ്റെ കയ്യിൽ നിന്ന് നല്ല പഴക്ക് കിട്ടുമെന്ന്. ഇന്ന് ഗീതുവിൻ്റെ വക ഓഫീസിൽ ബ്രെഡ് പൊരിച്ചത്. നല്ല തലവേദനയായത് കാരണം ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായയും കട്ട്ലൈറ്റും കുടിച്ച് വരുമ്പോഴത്തേക്കും എൽസ് പള്ളിയിൽ നിന്ന് കുർബാനയും കഴിഞ്ഞ് വരുന്നുണ്ട്, മുട്ടത്ത് പള്ളിയിൽ നിന്ന്. പിന്നെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയി. ബസ്സിലൊരു കൊച്ചു കുറുമ്പി ഉണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വരുമ്പോൾ സുമേഷിൻ്റെ കഥകൾ